ലൈവായി കാണാം, കൃഷി പഠിക്കാം അവസരമൊരുക്കി കാർഷിക ഗവേഷണ കേന്ദ്രം. ഗവേഷണ സ്ഥാപനങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമായി ലൈവായി കാണിച്ചും നേരിട്ട് പരിശീലനം നേടിയും കൃഷി പഠിക്കാൻ അവസരമൊരുക്കുകയാണ് കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള പീലിക്കോട് ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രം. കാർഷിക ഫെസ്റ്റുകൾ എന്ന പേരിൽ കാർഷിക സ്ഥാപനങ്ങൾ പ്രോഗ്രാമുകൾ നടത്താറുണ്ടെങ്കിലും പുതിയ തലമുറയെ കൃഷിയിലേക്ക് ആകർഷിക്കാൻ പദ്ധതി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുക വഴി പീലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രം വേറിട്ട് നിൽക്കുകയാണ്. ഫാം കാർണിവൽ എന്ന പേരിൽ 10 ദിവസവും ഈ ഗവേഷണ കേന്ദ്രത്തിൽ കൃഷിപാഠം ഉണ്ടാകും എന്നതാണ് പ്രത്യേകത. കൃഷിയും ഭക്ഷണവും ആരോഗ്യവും പരസ്പരം ബന്ധപ്പെട്ടതാണെന്ന് ഓർമ്മപ്പെടുത്തുന്ന മെഡിറ്റേഷനും യോഗ, പ്രകൃതി, ആയുർവേദം, ഹോമിയോ, അലോപ്പതി എന്നീ ചികിത്സാ രീതികൾ ഒരു കുടക്കീഴിൽ അണിനിരത്തുന്ന ഹെൽത്ത് കോർണറും വ്യത്യസ്ത അനുഭവമാകും. RARS ഫാം കാർണിവൽ 2024 പ്രത്യേകത എന്ന് പറയുന്നത് കാർണിവൽ എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. ലൈവായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം ലൈവായി കണ്ടുപിടിക്കുക, അല്ലാതെ അതിൻ്റെ വിത്തുകളും അതൊക്കെ നമ്മൾ സ്റ്റാളിൽ അടുക്കി കിടക്കുന്നതല്ല. അപ്പോൾ അതിൻ്റെ എല്ലാ വിളകളും, അത് കുട്ടികൾക്ക് ആദ്യം മുതലുള്ള ഇപ്പോൾ കരിമ്പാണെങ്കിൽ കരിമ്പ്, അല്ല എണ്ണവിളകൾ കാണാൻ എണ്ണവിളകൾ, അല്ല മില്ലറ്റാ കാണണമെങ്കിൽ മില്ലറ്റ്, എല്ലാ വിളകളുടെയും ബയോ പാർക്കുകൾ ലൈവായിട്ട് കണ്ടുപഠിക്കുന്നു. അതോടൊപ്പം പരിശീലനം നേടേണ്ടവർക്ക് ആ വിളസ്ഥലത്ത് തന്നെ പരിശീലനങ്ങൾ, ഡെമോ, സയൻറ്റിഫിക് ആയിട്ടുള്ള സംഗതികളൊക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുന്നത്. ഒപ്പം കൃഷിയും ആരോഗ്യവും ഇടകലർന്നതാണ് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിൽ ഹെൽത്ത് കോർണർ, അത് എല്ലാ വിഭാഗവും, അലോപ്പതി ആയാലും ആയുർവേദ ആയാലും ഹോമിയോ ആയാലും യോഗ, മെഡിറ്റേഷൻ എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഹെൽത്ത് കോർണറും ഈ ഒരു ഫാം വാക്കിലൂടെ നമുക്ക് ഉണ്ടായിരിക്കുന്നത്. ഒരു വിളയുടെ തന്നെ കുറെ ഇനങ്ങൾ ഗവേഷണ കേന്ദ്രത്തിലെത്തിയാൽ കണ്ടുപഠിക്കാം. കേരശ്രീ, കേരഗംഗ, കേരസങ്കര, കേരസൗഭാഗ്യ, ലക്ഷഗംഗ തുടങ്ങി തെങ്ങുകളുടെ 52 ഇനങ്ങൾ, മാവിന്റെ ജനിതക വൈവിധ്യങ്ങൾ, 7-2, ഞവര, രക്തശാലി, ചെമ്പാവ്, ഓണമുട്ടൽ, ഒടിയൻ തുടങ്ങി 100ഓളം നാടൻ നെല്ലിനങ്ങൾ, ധാരാളം കിഴങ്ങ് വർഗ്ഗങ്ങൾ, ചെറുധാന്യങ്ങൾ, എണ്ണവിളകൾ, 10ൽ കൂടുതൽ ഇലകൾ, ഔഷധ സസ്യങ്ങൾ, പശു, ആട്, പച്ചക്കറികൾ മുഴുവൻ ഇനങ്ങളും ലൈവായി കാണുന്നതിനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. ജൈവ കൃഷിരീതികൾ, സംയോജിത കൃഷിരീതികൾ, ശാസ്ത്രീയ കൃഷിരീതികൾ, വെർട്ടിക്കൽ എല്ലാം തുടങ്ങി അടുത്തറിയാനും സാധിക്കും. തേനീച്ച കൃഷി, കൂൺ കൃഷി, ജൈവ ഉൽപാദന ഉപാധികളുടെ നിർമ്മാണം, തെങ്ങ് സംഭരണം, ഗ്രാഫ്റ്റിംഗ്, യന്ത്രവൽക്കരണം, പോളിനേഷൻ, മെക്കനൈസേഷൻ, ട്രില്ലർ ഓടിക്കൽ തുടങ്ങി വിവിധ ഘട്ടങ്ങളിൽ പരിശീലനം നൽകുകയും ചെയ്യും ഗവേഷണ കേന്ദ്രത്തിലെ കാർഷിക വിദഗ്ധർ. കാർഷിക വിജ്ഞാനത്തിന് പ്രാമുഖ്യം നൽകുന്നതിലൂടെ സമൂഹത്തിന് വലിയൊരു സന്ദേശം നൽകുകയെന്ന ദൗത്യവും ഈ ഉദ്യമത്തിന് പിന്നിലുണ്ട്. കരിമ്പ്, എണ്ണവിളകൾ, മില്ലറ്റ്, തെങ്ങിനങ്ങൾ, നെല്ലിനങ്ങൾ തുടങ്ങി എല്ലാ വിളകളും ബയോ പാർക്കും ലൈവായി കണ്ടുപിടിക്കുക മാത്രമല്ല, ഉൽപാദന സ്ഥലത്ത് തന്നെ കൃഷിക്കാർക്ക് പരിശീലനവും നൽകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ജൈവോൽപാദന ഉപാധികളോ ഡ്രാഫ്റ്റിംഗോ പഠിക്കാൻ വരുന്നവർക്ക് അതിന് അവസരവും നൽകും. അതല്ല, സങ്കരയിനം തെങ്ങിൻ തൈകൾ ഉണ്ടാക്കാൻ പഠിക്കണോ, പോളിനേഷൻ പഠിക്കണോ, ആഗ്രഹം പോലെ നമ്മൾ ചെയ്തു കൊടുക്കും. ഡോക്ടർ D. വനജ, അസോസിയേഷൻ ഡയറക്ടർ, പീലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രം. ഇവിടെ ഷോക്കേസിംഗ് ചെയ്യുന്നത് ബയോ പാർക്ക് ഉദ്ദേശിക്കുന്നത് ഒരു വിളയുടെ തന്നെ പല ഇനങ്ങളുണ്ടാവും. അത് തെങ്ങാണെങ്കിൽ തെങ്ങിൻ്റെ ഒരു 52ഓളം ഇനങ്ങൾ, ഇവിടുത്തെ വൈവിധ്യത്തിലൊരു വിഭാഗം അങ്ങനെ കാണിക്കുകയാണ്. കാരണം വലിയ ഏറിയുള്ളൊരു സ്ഥലത്തിൽ 1.5 കിലോമീറ്ററിലാണ് നമ്മളത് ഒതുക്കിയിരിക്കുന്നത്. പിന്നെ മാവിൻ്റെ അതിന് തന്നെ ജനിതക വൈവിധ്യങ്ങൾ, പല മാവിനങ്ങൾ കാണാം. 100ഓളം നാടൻ നെല്ലിനങ്ങൾ ലൈവായിട്ട് കാണാം. അതുപോലെ ഒരുപാട് കിഴങ്ങ് വർഗ്ഗങ്ങളുടെ ഇനങ്ങൾ ലൈവായിട്ട് കാണാം. പിന്നെ ഇതൊക്കെ ബയോ പാർക്കിൽ പെടുന്നത്. പിന്നെ എല്ലാ വിളകളും, ഇപ്പോൾ നിങ്ങൾക്ക് ചെറുധാന്യങ്ങളുടെ ഏതൊക്കെ ചെറുധാന്യങ്ങളെന്ന് കണ്ടറിയാം. പിന്നെ ഏതൊക്കെയാണ് എണ്ണവിളകളെന്ന് കണ്ടറിയാം. അതുപോലെ തന്നെ ഇല, നമ്മുടെ ഭക്ഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വേണ്ടത് ഇല. എത്ര വിവിധ തരങ്ങൾ, 10ൽ കൂടുതൽ ഇലകൾ നിങ്ങൾക്ക് നേരിട്ട് കണ്ടറിയാം, അതിൻ്റെ പേരുകളടക്കം. അത് ഇവിടെ ആകുമ്പോൾ സയൻറ്റിഫിക്കായിട്ട് വെച്ചിട്ടുള്ളത്. അതുപോലെ ഔഷധ സസ്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാനമാണ്. നമ്മുടെ ചുറ്റും ഒരുപാട് ഔഷധ സസ്യങ്ങളുണ്ട്. അത് ആ ഔഷധത്തിൻ്റെ മാതൃ ഗാർഡനും ഉണ്ട്. ഒരു മനുഷ്യൻ്റെ അവയവങ്ങൾക്ക് ഏതൊക്കെയാണ് നമ്മുടെ ആയുർവേദത്തിൽ വേണ്ടുന്ന മരുന്നുകൾ, അത് നമുക്ക് ഔഷധാധിഷ്ഠിത മനുഷ്യത്തോട്ടത്തിൽ കയറി കഴിഞ്ഞാൽ അതും പഠിക്കാൻ പറ്റും. പിന്നെ ഇലക്കറികൾ, എല്ലാ തരം പച്ചക്കറികളും അതിൻ്റെ പേരടക്കം കാണിച്ചു കൊണ്ടിട്ടുള്ളതായിരിക്കും. അതുപോലെ തന്നെ പരിശീലനങ്ങൾ എന്ന് പറയുന്നത് തേനീച്ച കൃഷി മുതൽ ജൈവോൽപാദന ഉപാധികൾ, അല്ല ഗ്രാഫ്റ്റിംഗ് പഠിക്കേണ്ട അവർക്കാണ് അത് പഠിക്കുക. അല്ല എനിക്ക് സങ്കരണം പഠിക്കണം, പോളിനേഷൻ, അതും ഉണ്ടാവും. അല്ല എനിക്ക് മെക്കനൈസേഷനാണ് പഠിക്കണമെങ്കിൽ അതും അവിടെ ഉണ്ടാവും. അല്ല ഒരു വീട്ടമ്മമാർ എനിക്ക് കൂൺ കൃഷിയാണ് പഠിക്കണമെങ്കിൽ അതും ഉണ്ടാവും. അപ്പോൾ ഏതാണോ വേണ്ടത്, ഏത് വിഭാഗം, എല്ലാവർക്കും പല പല ഇഷ്ടങ്ങളായിരിക്കും. അതിനനുസരിച്ചുള്ളത് ഈ 1.5 കിലോമീറ്ററിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ മൃഗലോകം വേറെയുണ്ട്, മൃഗം ഇഷ്ടപ്പെടുന്നവർക്കാണ്. അല്ല താറാവാണെങ്കിൽ താറാവും അതുകൊണ്ട്. അല്ല എൻ്റർടൈൻമെൻറ്റിന് ഇപ്പോൾ നമുക്ക് അത് ഊഞ്ഞാലാടിയിട്ട് കളിക്കണം, അങ്ങനെയുണ്ട്. ഇനി കർഷകർക്ക് വരുമ്പോൾ ഉള്ള വിത്ത്, നടീൽ വസ്തുക്കൾ, പിന്നെ വിപണനത്തിനായിട്ടുള്ള മൂല്യാധിഷ്ഠിത ഇത്, പിന്നെ പശുവിനാണെങ്കിൽ പുല്ലിൻ്റേത്, ഇതിൻ്റെ എല്ലാം മൂല്യാധിഷ്ഠിത ഉൽപ്പന്നങ്ങളുടെ വിപണനവും കർഷകരുടെ ഉൽപ്പന്നങ്ങൾ കർഷക ചന്ത എന്ന സ്റ്റൈലിൽ തന്നെ അതും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്.
ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.